അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂദർ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ്റെ അടുക്കലേക്ക് ചില ദരിദ്രരായ ആളുകൾ കടന്നു വരികയാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരാതി ബോധിപ്പിക്കുന്നു. അവർ പറയുന്നു, പ്രവാചകരെ, ദഹബ അഹ്ലുദ്ദുസൂർ ബിൽ ഉജൂർ, ഞങ്ങളുടെ കൂട്ടത്തിലെ പണക്കാരായ ആളുകൾ അവരെല്ലാ പ്രതിഫലവും കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നു, പക്ഷേ അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, പണമുണ്ട്, അവരതുകൊണ്ട് സ്വതക്ക ചെയ്യുന്നു, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ കഴിയുന്നില്ല നബിയെ, ഇത് ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. നബി അവരോട് പറയുന്നത്, ഇന്നലക്കും ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് സ്വതക്കയാണ്. ലികുല്ലി തഹ്മീദത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന അൽഹംദുലില്ലാഹ് സ്വതക്കയാണ്. ലികുല്ലി തഹ്ലീലത്തിൻ സ്വതക്ക, നിങ്ങൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് സ്വതക്കയാണ്. അംറും ബിൽ മഅറൂഫി സ്വതക്ക, നിങ്ങൾ നന്മ കൽപ്പിച്ചാൽ അത് നിങ്ങൾക്ക് സ്വതക്കയാണ്. നഹീൻ അനിൽ മുൻകരി സ്വതക്ക, നിങ്ങൾ തിന്മ വിരോധിച്ചാൽ അതും നിങ്ങൾക്ക് സ്വതക്കയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പരാതിയുമായി വന്ന ദരിദ്രരായ ആളുകളോട് അവർക്ക് പ്രതിഫലം, പണക്കാരുടെ അത്ര പ്രതിഫലം ലഭിക്കാവുന്ന കാര്യത്തെക്കുറിച്ച് നബി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമുക്കൊക്കെ പലരോടും അസൂയ തോന്നിയിട്ടുണ്ടാവാം. സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൂയ തോന്നിയിട്ടുള്ളത് എന്തിൻ്റെ കാര്യത്തിലാണ് എന്ന് ഈ ഹദീസ് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവർ പുണ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നു അവർക്ക് പരസ്പരം അസൂയ തോന്നിയിരുന്നത്. അവർ മത്സരിച്ചിരുന്നത്. അവരുടെ കൂട്ടത്തിലെ പണക്കാർ ഒരുപാട് പ്രതിഫലം വാങ്ങിപ്പോവുകയാണ്, ഞങ്ങൾക്ക് ആ പ്രതിഫലം ലഭിക്കുന്നില്ല, ഞങ്ങൾക്ക് ആ കൂലി കിട്ടുന്നില്ല എന്നത് പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു പരാതി അവർ ബോധിപ്പിക്കുന്നു. പലപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിൽ ഐഹിക കാര്യങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ദുനിയാവിലെ ജീവിതത്തിലെ പല സൗകര്യങ്ങളുടെ കാര്യത്തിലായിരിക്കും അസൂയ തോന്നാറുള്ളത്. എന്നാൽ സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസൂയ തോന്നിയിരുന്നത് പുണ്യങ്ങളുടെ കാര്യത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പുണ്യത്തിൽ അസൂയ തോന്നി, പുണ്യത്തിൽ പരസ്പരം മത്സരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.